എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ആഗോലി മീൻ കറിയാണ് ഇന്ന് ഊണിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഇന്ന് വാങ്ങുന്നത് ഇതാണ് ആഗോലി, ചെറിയ ആഗോലിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ എടുത്തിട്ടുള്ളത് ഇന്നങ്ങനെ നമ്മുടെ എപ്പോഴും വാങ്ങാത്ത മീൻ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ അധികം വാങ്ങില്ല. നമ്മൾ ആഗോലിയാണ്, ചെറിയതാണ്. ചെറുതും വലുതും ഉണ്ടല്ലോ ആഗോലി. വലിയ ആഗോലി ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് പിന്നെ കുറച്ച് ചെറുതാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കറി വയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയാണ്. പിന്നെ കടയിൽ നിന്നൊക്കെ മുറിച്ച് എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നാണ്. ഇനിയിപ്പോൾ ഒന്ന് കഴുകിയെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ഒക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. എന്നാലും നമുക്കൊന്ന് കഴുകി പിന്നെ ഒന്ന് മുറിക്കാം. പകുതിയാക്കി ഇടുന്നുണ്ട് ഓരോ മീനും. നമുക്ക് പിന്നെ വെച്ചാൽ മീൻ എപ്പോഴും ഒന്ന് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഒറ്റ മീനാക്കി തന്നെ വെക്കാം. അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചു. അത്യാവശ്യം കഴമ്പുള്ള മീൻ തന്നെയാണ്. നല്ല കഴമ്പുണ്ട്, നല്ല മീനാണ്. പിന്നെ ആഗോലി നല്ല മീനാണല്ലോ. അതിലേക്ക് ഇതാ പുളി പിഴിഞ്ഞ് പാരുകയാണ്. ഇന്ന് പിന്നെ കറി വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. വറക്കാനും പറ്റിയ മീനാണ്. അപ്പോൾ നല്ലപോലെ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് പാരാം. ഇതാ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള പച്ചമുളകും തക്കാളി ആദ്യം കൊണ്ട് നുറുക്കാം. ഒരു തക്കാളി എടുക്കുന്നത്. ഇതിന്ന് മസാല കറിയാണ്. ഇത് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള കറിയാണ്. അങ്ങനെ വയ്ക്കുന്നത്. പിന്നെ പച്ചമുളക് അതുണ്ട്. അത് ഇങ്ങനെ നെടുക കീറി അങ്ങനെ എടുക്കാം. 3-4 പച്ചമുളകുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി അത് ചേർക്കാം. മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി 2 സ്പൂണ്. അത് വറുത്ത മല്ലിപ്പൊടിയാണ്, നേരത്തെ വറുത്ത് വെച്ചതാണ്. ഇനി ഇതാ തേങ്ങ ചിരവിയത് അത് മിക്സീൻ്റെ ജാറിലിടാം. അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി അതും ചേർക്കുന്നുണ്ട് അരയ്ക്കാൻ. അപ്പോൾ അത് അരച്ച് കഴിഞ്ഞു. അത് ഇതാ നമുക്ക് കറി വയ്ക്കുന്നതിലേക്ക് അതിൽ എന്നിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർക്കാണ്. അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. ആയാലും ഒക്കെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ചേർക്കാണ്. അപ്പോൾ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റി അതിൽ ചേർക്കാം. അപ്പോൾ മീൻകറി ഇവിടെ റെഡിയായി. അപ്പോൾ മീൻകറി ഇവിടെ റെഡിയായി. ഇന്നിപ്പോൾ അതന്നെ. പിന്നെ ഇപ്പോൾ പാവയ്ക്ക മെഴുക്ക് പറ്റിയാണത്. ഇപ്പോൾ അതുണ്ടാക്കി വേണ്ടു. അപ്പോൾ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ആഗോലി മീൻകറി അത് കൊടുക്കാം. പിന്നെ ഇപ്പം ഇന്ന് പാവയ്ക്ക മെഴുക്ക് വരട്ടിയുണ്ട്. പിന്നെ പതിവ് പപ്പടം കാച്ചിയത്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഊണ്.
നല്ല ഉഗ്രൻ ടേസ്റ്റാ. ആകോലിയല്ലേ, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ കറി വെച്ചിട്ടേ ഉള്ളൂ, വറക്കും കൂടി വേണമെന്നു അല്ലേ? ഇനി ഒരു ദിവസം നമുക്ക് വറക്കാൻ വാങ്ങാം അല്ലേ? നല്ല മീനല്ലേ, ഒരു ദിവസം വറക്കട്ടെ. അപ്പോൾ അതാണ് ഏതായാലും ഒരു ദിവസം ഇനി വറക്കാനായിട്ടൊന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.